ഫ്രണ്ട്സ്, വാച്ച്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടൺ സാരി എങ്ങനെ 10 പ്ലീറ്റ്സ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് എടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. പലരും കമന്റ്സിലോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ സാരി ഡ്രൈപ്പിംഗ് ചെയ്യുമോ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്വന്തമായിട്ട് കോട്ടൺ സാരി എങ്ങനെ നീറ്റായിട്ട് എടുക്കുക എന്നതിനെ കുറിച്ചിട്ട് നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സാരി റഫായിട്ട് ജസ്റ്റ് ഒന്ന് ഉടുത്തു കൊടുക്കണേ. നമ്മുടെ പല്ലുവിൻ്റെ ഒക്കെ ലെന്ത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരിക. പിന്നെ നമുക്ക് പല്ലുവിന് എത്രയാണോ ലെന്ത് വേണം എന്നുള്ളത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുത്തു. നമ്മുടെ പല്ലുവിന് ആവശ്യമുള്ള ഞാൻ ഏകദേശം ഈ ഒരു ലെന്ത് എടുക്കലേ, സാരിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലെന്ത് എടുക്കുന്നുണ്ട്. അപ്പം അതെടുക്കാം. അതെടുത്തതിന് ശേഷം ഈ ബാക്കിലേക്ക് പോകുന്ന പോർഷൻ മാത്രമല്ല, ഇതുണ്ടോ, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സാരി ഇവിടെ തൊട്ടിട്ട് ഈ ഒരു പോർഷൻ വരെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കണം. ഇവിടം വരേക്ക് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനുള്ളതാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇത് കറക്റ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലീറ്റ്സിൻ്റെ സ്പേസ് നമ്മൾ വിട്ടുകൊടുക്കുക. നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് ഷേപ്പ് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ള പ്ലീറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുക്കുക. ലാസ്റ്റ് വരുന്നത് ഞാൻ കുറച്ച് വീതി കൂട്ടി വിടുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വീതി കൂട്ടി വിടുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് കറക്റ്റായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം അങ്ങനെ കറക്റ്റായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ പിടിച്ചു കൊടുത്തിട്ട് ഇവിടെയും ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, താഴെ വരുന്ന ഈ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ള പോർഷൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെയൊന്ന് വിട്ടിട്ട് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ പ്ലീറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചെടുക്കുക. ഇത് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അറിയാമല്ലോ ഇത് കറക്റ്റാണോ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇതുപോലെ നീറ്റായിട്ട് ഒന്ന് പിടിച്ചെടുക്കണേ. വേണ്ടോ, നമുക്ക് ഈ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പ്ലീറ്റ്സ് എടുത്തിട്ട് വരാം. നമ്മളെടുത്ത പ്ലീറ്റ്സ് ഒരു ടേബിളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെൻറ്ററിലും കൂടി ഒരു സേഫ്റ്റി പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് ലാസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മതി. ഇവിടെയും കൂടി ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുന്താണി പോർഷനിലെ പ്ലീറ്റ്സ് എടുക്കാം. അതിന് വേണ്ടി നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ആകത്തക്ക വിധം പല്ലു ഇടണം. പല്ലു റൈറ്റ് സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഈ ഒരു വിരൽ വീതിക്കുള്ള പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. ഇതുപോലെ എടുക്കുക. ഇതുണ്ടോ, കറക്റ്റ് ഇത് കഴിഞ്ഞ് വരാനായിട്ട് പാടില്ല. ഇതിൻ്റെ താഴെ വരുന്നത് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിന് രണ്ടാമത്തെ എടുക്കുക. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചെടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 പ്ലേറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ,
ഇവിടെ നമ്മളിതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പിൻ ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ കോട്ടൺ സാരിയുടെ ഇതായതുകൊണ്ട് പിന്നീട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുവാണെങ്കിൽ ഉടുത്തതിന് ശേഷം നമുക്ക് ഈ പിന്നെടുത്ത് മാറ്റാം. കണ്ടോ, ഇങ്ങനെ ചെയ്യാം. അതിന് ശേഷം കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ പിടിച്ചെടുക്കാം. കണ്ടോ, ആ ഒരു വീതിക്ക് ഇവിടെ പിടിക്കുക. പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇതുണ്ടോ ഇതുപോലെ പ്ലേറ്റ്സ് എല്ലാം പിടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടേബിളിൽ തന്നെ പ്ലേറ്റ്സ് ഇതുപോലെ വെച്ചിട്ട് അതിലെന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു വെയിറ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കണേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് കൈയും കൊണ്ടും ഇതുപോലെ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതാ ഇങ്ങനെ ചെയ്യാം. എന്നിട്ടിപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ എത്ര വീതിയാണ് മുകളിലെടുത്തതെന്ന്. അതിനനുസരിച്ചിട്ട് ഇതാ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, അത് കഴിഞ്ഞ് പോവല്ല അടി വരുന്ന പ്ലേറ്റ്സ്. ഇങ്ങനെ 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 എടുക്കാം. ഇതാ പിന്നീട് വരുന്ന കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ കിട്ടും. ഇതാ ഇങ്ങനെ തന്നെ എടുക്കുക. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ ആ പിൻ ചെയ്ത് കൊടുത്തൊരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ മുമ്പ്, അത്രയും ഭാഗവും കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പിൻ ചെയ്യാം. ആ ഒരു ഭാഗം വരെ നമുക്ക് അങ്ങനെ പ്ലേറ്റ്സ് എടുത്തിട്ട് വരാവേ. ഇപ്പം നമ്മുടെ സാരി നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലേറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല്ലുവിൻ്റെ പ്ലേറ്റ്സും നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി എടുക്കൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി അണ്ടർസ്കേർട്ട് ബെല്ലി ബട്ടണിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴ്ത്തി റൈറ്റ് സൈഡിലായിട്ട് ടൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫോർട്ട് അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ബെല്ലി ബട്ടൻ്റെ അവിടെയൊക്കെ കൊണ്ട് അണ്ടർസ്കേർട്ട് ഇടുമ്പോഴേക്കും നമ്മുടെ വയറൊന്നും കൂടി വയറുള്ളതുപോലെ നമുക്ക് തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്കൊന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും സാരി എടുത്തു കഴിയുമ്പോൾ. ഈ ഫസ്റ്റ് തന്നെ നമ്മൾ സാരിയുടെ എൻഡിൽ ഒരു ടൈറ്റ് എടുക്കാം. നമ്മൾ ജസ്റ്റ് കയറി ചവിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും സാരി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. ഇതുണ്ടോ, നമ്മൾ ഫസ്റ്റ് ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി ഉടുക്കൽ സ്റ്റാർട്ട് ചെയ്യുക. ഫ്ലോർ ലെന്തിൽ ഇതുപോലെ ഫ്ലോർ ലെന്തിൽ സാരി വെച്ചതിന് ശേഷം നന്നായിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ഇതുപോലെ നന്നായിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വരിക. ഇതുണ്ടോ, ബാക്കി ഈ വരുന്ന പോർഷൻ ഫുള്ളും അതുപോലെ തന്നെ ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഇതുണ്ടോ അതുപോലെ ടക്കിങ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ള ആ പോർഷൻ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. അത് നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ പല്ലു പോർഷൻ ഇത് കറക്റ്റ് പിടിച്ചിട്ട് ബാക്കിലൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എത്രയാണോ ലെന്ത് വേണ്ടത് കണ്ടോ ആ ലെന്ത് നോക്കാം. എനിക്ക് ഈ ഒരു ലെന്ത് മതി. അത് നമ്മളവിടെ പിൻ ചെയ്ത് കൊടുക്കണേ. അതേ ലെന്തിൽ നമ്മളവിടെ പിൻ ചെയ്യണം. ഷോൾഡറിൽ പിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് വൈഡ് നെക്കാണ്, നെക്കിൻ്റെ സൈഡിൽ പിൻ ചെയ്യാം. നമുക്ക് ജുവലിനൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ നമ്മുടെ റിഗാൾ പോർഷനിലേക്ക് മാറ്റിയിട്ട് വേണം ജസ്റ്റ് പിൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിവിടെ കൊടുത്തില്ലായിരുന്നു, പിന്നെ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അഴിച്ചെടുക്കാം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ എടുക്കാം. അതിന് ശേഷം ഇപ്പം നമുക്കിവിടെ കുറച്ചിങ്ങനെ ലൂസായിട്ട് കിട്ടും. ഇതുണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഉണ്ടോ, ഇത് നമ്മൾ ആ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പ്ലീറ്റ്സ് ഒക്കെ. ഇതുണ്ടോ, എല്ലാ പ്ലീറ്റ്സും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈറ്റ് എങ്ങാനും ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടുന്ന് കുറച്ചിങ്ങനെ ലൂസാക്കി വിട്ടാൽ മതി കേട്ടോ. അതേ ഇങ്ങനെ വിട്ടാൽ മതി. നമ്മൾ ഈ താഴെ പിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ല, അത് ജസ്റ്റ് ഇവിടെ നിന്ന് വലിച്ചു വെച്ചാൽ മതിയേ. ഇനി നമ്മുടെ പ്ലേറ്റ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇതുണ്ടോ, എല്ലാ പ്ലേറ്റ്സും ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ടോ, ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. എല്ലാം കിട്ടിയിട്ടുണ്ട്.
വയ്ക്കാം. പ്ലീറ്റ്സ് എടുത്തിട്ട് ഇവിടെ കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കേ. എല്ലാ പ്ലീറ്റ്സും വേണ്ടേ ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് വലിച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒരു പിൻ ചെയ്യാം. അപ്പം നമുക്ക് എടുത്ത് മാറ്റാനുള്ളതാണ്, ഇത് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഉള്ളിലേക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കണേ, അല്ല നമ്മുടെ വയറ് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ നമ്മൾ ഇതുപോലെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തായിരുന്നല്ലോ, ആ പിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിന്നെടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് വരില്ലേ, ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് കിട്ടും. ഇതുണ്ടോ നമ്മൾ ആ വലിക്കുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് നമ്മുടെ സ്കേർട്ടിലേക്ക് കൂട്ടി ഇവിടെ നിങ്ങൾ ഈ പിൻ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ബിഗ് സൈസ് പിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ടൈറ്റ് വരുന്നത് കൊണ്ട് ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ബിഗ് സൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ. ഞാൻ എപ്പോഴും അങ്ങനെയായിട്ടോ ചെയ്യാറ്. പിന്നെ നമ്മുടെ ഈ ബാലൻസ് വരുന്ന പോർഷൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നന്നായിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അവിടെ നമുക്ക് നീറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡ് പ്ലീറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാവേ. കോട്ടൺ സാരിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതുണ്ടോ, ഇങ്ങനെ തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ഇതെല്ലാം കൂടി പിടിച്ചിട്ട് ഉള്ളിലിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പ്ലീറ്റ്സ് നമുക്ക് കറക്റ്റാക്കാം. എനിക്കിപ്പോൾ ഈ ടീഷർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. നമുക്ക് ഈ താഴത്തെ പിൻ എടുത്തിട്ട് നമുക്ക് ഈ പ്ലീറ്റ്സ് ശരിയാക്കാം. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ലൂസായിട്ട് കിട്ടും. ഇതുണ്ടോ, ഈ പിന്നും എടുക്കുക. കണ്ടോ, നമ്മുടെ പ്ലീറ്റ്സ് പിടിച്ചു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ പ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ, കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മേളത്തെ പ്ലീറ്റ്സ് കറക്റ്റാക്കി കൊടുക്കാം. വേണ്ട അങ്ങനെ ചെയ്യാം. പറഞ്ഞില്ലേ, ഇതിന് ഞാൻ കുറച്ച് വീതി കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ വിട്ടതിന് ശേഷം ബാക്കിയെല്ലാം ഒരു 2-3 പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഒരു സെയിം ഡിസ്റ്റൻസിലിട്ടിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പിൻ ചെയ്ത് കൊടുക്കും. കാരണം ഇതിപ്പോൾ എങ്ങനെ ആയാലും അതിൻ്റെ പൊസിഷൻ മാറാതെ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇതുണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ 1 2 3 ഇത് 3 പിന്നെ പിടിച്ച് വലിച്ചാൽ പോലും ഇത് വരത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഒരു 3 എണ്ണം കൂടി സെയിമായിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണം. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി അങ്ങനെയാവും. പിന്നെ നമ്മളിവിടെ അതുപോലെ തന്നെ ബാലൻസും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ സാരി കറക്റ്റായിട്ടിരിക്കുക. ഇനി ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പോർഷനില്ലേ, ഇവിടെയും കൂടി നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാരിയുടെ പ്ലീറ്റ്സ് എല്ലാം ഇതുണ്ടോ കറക്റ്റായിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ ടീഷർട്ട് ആയതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒരു ലൂസായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് വലിച്ച് നമുക്ക് ഈ ബ്ലൗസിൻ്റെ ബാക്കിലില്ലേ ഇവിടെ ഒരു പിൻ ചെയ്യിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ കുനിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മുന്താണി ഭാഗം ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതില്ലേലും കുഴപ്പമില്ല, ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇതുണ്ടോ, നമ്മുടെ സാരി ആരുടെ സഹായമില്ലാതെ എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട
ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഉടുത്ത് വരുമ്പോഴേക്കും. നമ്മുടെ സാരി നമ്മൾ ഫുള്ളായിട്ട് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെ നമുക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. മേളത്തെ പ്ലീറ്റ്സും താഴത്തെ പ്ലീറ്റ്സ് എല്ലാം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം കോട്ടൺ സാരിക്ക് നമുക്ക് താഴത്തെ പ്ലീറ്റ്സ് പിടിച്ചു കൊടുക്കാനായിരിക്കും ബുദ്ധിമുട്ട്. നമ്മൾ തന്നെ ഉടുക്കുന്ന ടൈമിൽ നമുക്ക് ആരെയിലൊക്കെ ഹെൽപ്പ് ആവശ്യം വരും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നീറ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ എന്തായാലും ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ അറിയൂല ഇവിടുന്ന് സാരി മാറിപ്പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്ലൗസിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മേൽവശവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ടൈറ്റ് ചെയ്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. വീണ്ടും നമ്മൾ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.